ഇന്ന് നമ്മൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ലാസ്റ്റിലുള്ള ബാക്കിയുള്ള പ്രോബ്ലംസ് ആണ് കേട്ടോ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. കൃത്യമായിട്ട് 5 ഘടകങ്ങൾ മാത്രമുള്ള 5 ഫാക്ടേഴ്സ് മാത്രമുള്ള 2 നമ്പേഴ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അതായത് 2 നമ്പേഴ്സ് നമ്മൾ കണ്ടുപിടിക്കണം. ആ 2 നമ്പേഴ്സിന് ശരിക്കും 5 ഫാക്ടേഴ്സ് മാത്രമേ പറ്റുള്ളൂ, 5 ഘടകങ്ങൾ മാത്രമേ പറ്റുള്ളൂ. എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? നമുക്കറിയാം, നമ്മൾ ഫാക്ടേഴ്സിൻ്റെ എണ്ണം കാണുമ്പോൾ ഇപ്പോൾ 2 ആണ് ഫാക്ടർ, 2 ഫാക്ടർ ഉള്ള നമ്പറാണ് വിചാരിക്കുക. 2 × 2 × 2 × 2 ഇങ്ങനെ ഒരു നമ്പർ ഉണ്ടെങ്കിൽ ഇതിൽ എത്ര 2 ഉണ്ട്? 4 2 ഉണ്ട്. അപ്പോൾ നമ്മൾ ഫാക്ടേഴ്സിനെ എങ്ങനെ കണ്ടുപിടിക്കുക? 4 + 1 = 5. 5 ഫാക്ടേഴ്സ് നമുക്ക് കിട്ടിയില്ലേ? 5 ഫാക്ടർ കിട്ടിയില്ലേ? അതായത് 4 വട്ടം സെയിം നമ്പർ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആ ഒരു നമ്പറിന് 5 ഫാക്ടേഴ്സാണ് ഉണ്ടാവുക. ഇപ്പോൾ ഇത് നമുക്ക് 16 എന്നാണ് കിട്ടുക. അപ്പോൾ 16 എന്നുള്ള നമ്പറിന് കൃത്യം 5 ഫാക്ടേഴ്സ് ഉണ്ടാവുക. ഇനി ഫോർ എക്സാമ്പിൾ അടുത്ത നമ്പർ നമുക്ക് നോക്കുകയാണെങ്കിൽ 3 × 3 × 3 × 3 ചെയ്യാം. ഇതിന് 4 ഫാക്ടേഴ്സ്, 4 വട്ടമല്ലേ 3 ഉള്ളത്. ഇപ്പോൾ 4 + 1 5 അല്ലേ. ഇതിന് 5 ഫാക്ടേഴ്സാണ് ഉണ്ടാവുക. ഇത് നമുക്ക് കിട്ടുക 81 ഇനി വേറൊരു നമ്പർ നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കുക. 5 × 5 × 5 × 5. ഇത് 4 നമ്പറല്ലേ ഉള്ളത്. 4ക്ക് 1 കൂട്ടിയാൽ 5 അല്ലേ. അപ്പോൾ ഇതിനും 5 ഫാക്ടേഴ്സ് അല്ലേ ഉള്ളത്. 625 എന്ന് വരിക. അതേപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ 7 × 7 × 7 × 7 ചെയ്യാം. ഇനി വേണമെങ്കിൽ ഈ 7 കഴിഞ്ഞിട്ടുള്ള അടുത്ത പ്രൈം നമ്പർ ഏതാ? 11 അല്ലേ. 11 × 11 × 11 × 11 30 × 30 × 30 × 13 ഇങ്ങനെയും ചെയ്യാം. ഇങ്ങനെ ഏത് ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്ന ആൻസറിനൊക്കെ എത്ര ഫാക്ടേഴ്സാണ് ഉണ്ടാവുക? 5 ഫാക്ടേഴ്സ്. കാരണം 4 നമ്പറിനല്ലേ നമ്മൾ ഗുണിക്കണം. ഒരേപോലെയുള്ള 4 നമ്പറിന് നമ്മൾ ഗുണിക്കണം കേട്ടോ. അങ്ങനെ ഏതെങ്കിലും 2 നമ്പറാണ് നമ്മോട് കാണാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് 16 എഴുതാം, 81 എഴുതാം. ബാക്കിയുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെതൊക്കെ ആൻസർ കണ്ടുപിടിച്ചിട്ട് എഴുതിക്കോളൂ, എന്തായാലും കുഴപ്പമില്ല. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഫാക്ടർ മാത്രമുള്ള ഏറ്റവും സ്മോൾ ആയിട്ടുള്ള നമ്പർ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2 3 5 7 അങ്ങനെയല്ലേ. 4 11 30 അല്ലേ. ഇതിൽ 5 ഫാക്ടേഴ്സുള്ള നമ്പറുകൾ നമ്മളിവിടെ കണ്ടുപിടിച്ചില്ലേ. അതിൽ ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ ഏതാ കണ്ടുപിടിക്കുക? നമ്മൾ എന്ത് ചെയ്യുക? ഇതിൽ ഏറ്റവും സ്മോൾ ആയിട്ടുള്ള ഈ ഒരു പ്രൈമിന് 4 വട്ടം ഗുണിച്ചാൽ കിട്ടും. 2 × 2 × 2 × 2 = 16. ഇതിന് 5 ഫാക്ടേഴ്സ് നമ്മൾ പഠിച്ചില്ലേ. 4 + 1 = 5 ഫാക്ടേഴ്സ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ 16 എന്നുള്ള ഈ നമ്പറിന് കൃത്യം 5 ഫാക്ടേഴ്സ് ആയിരിക്കും. അതാണ് സ്മോളസ്റ്റ് നമ്പർ, ഏറ്റവും ചെറിയ നമ്പറായിട്ടും ഉണ്ടാവുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഹൗ മെനി ഈവൻ ഫാക്ടേഴ്സ് ഡസ് 3600 ഹാവ്? ഈ 3600 എന്നുള്ള ഈ ഒരു നമ്പറിന് എത്ര ഈവൻ ഫാക്ടേഴ്സ് ഉണ്ട് എന്ന്. അതായത് ഇതിന് എത്ര ഇരട്ട സംഖ്യകളായിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ട് എന്ന്. ഓക്കെ, നമ്മൾ ഇതിൻ്റെ ഈവൻ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത് 3600 ഫാക്ടേഴ്സ് ആക്കി എഴുതുക. നമുക്ക് 3600 ഇങ്ങനെ ഫാക്ടേഴ്സ് ആക്കിയിട്ട് എഴുതി കാണിക്കാം കേട്ടോ. 3600 ഫാക്ടർ ആക്കുമ്പോൾ 2 കൊണ്ട് 1800, വീണ്ടും 2 കൊണ്ട്, അപ്പോൾ നമുക്ക് 900 എന്ന് കിട്ടും. പിന്നെ 2 കൊണ്ട് ചെയ്താൽ 450 എന്ന് കിട്ടും. പിന്നെ 2 കൊണ്ടാക്കിയാൽ 225. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് 2 കൊണ്ടല്ല 3നോടാട്ടോ. അപ്പോൾ 3 കൊണ്ട് നമ്മൾ ചെയ്താൽ നമുക്ക് 75 എന്ന് കിട്ടും. പിന്നെയും ചെയ്താൽ 3 കൊണ്ട് ചെയ്യുക, അപ്പോൾ നമുക്ക് 25 കിട്ടും. 25 കിട്ടിയാൽ പിന്നെ 5 കൊണ്ട് കഴിയുള്ളൂ. അപ്പോൾ 5 കൊണ്ട് 5 5 1 ഒന്നാകുമ്പോൾ നമ്മൾ നിർത്തൂല്ലേ. അങ്ങനെ നമ്മൾ 3600 ഫാക്ടേഴ്സ് എഴുതി. അതായത് നമുക്ക് 3600 എങ്ങനെ എഴുതാം? 2 × 2 × 2 × 2 × 3 × 3 × 5 × 5 എന്ന് എഴുതാം. ഇവിടെ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എത്രയാണ്? അതായത് എത്ര ഘടകങ്ങളുണ്ട്. അതായത് ഇവിടെ ഇത് 4 എണ്ണല്ലേ ഉള്ളത്.
അപ്പോൾ 4+1 ഇൻറ്റു ഇവിടെ 2 എണ്ണല്ലേ ഉള്ളത്, 2+1 2+1. പിന്നെ ഇവിടെയോ 5 2 ഉള്ളത്, അപ്പോൾ 2+1 2 ആണ് കേട്ടോ. ഓക്കെ, ഇനി 4+1 ചെയ്താൽ നമുക്ക് 5 ഇൻറ്റു ഇത് നമ്മൾ ചെയ്താൽ 3 ഇൻറ്റു 3. ഇത് നമ്മൾ ചെയ്താൽ നമുക്ക് 45 എന്ന് കിട്ടും. അതായത് നമുക്ക് ആകെ 45 ഫാക്ടേഴ്സാണ് ഉള്ളത്. ആർക്കുള്ളത്? 3600 ആകെ 45 ഫാക്ടേഴ്സ് ഉണ്ട്. ഇതിൽ കുറേ എണ്ണം ഓഡ് ഫാക്ടേഴ്സാണ്, അതായത് ഒറ്റസംഖ്യകളായിട്ടുള്ള ഘടകങ്ങളാണ്. കുറേ എണ്ണം ഇരട്ട സംഖ്യകളായിട്ടുള്ള ഘടകങ്ങളാണ്. അപ്പോൾ ഒറ്റസംഖ്യയായിട്ടുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. ഒറ്റസംഖ്യകളായിട്ടുള്ള നമ്പേഴ്സിന് പരസ്പരം ഗുണിച്ചാൽ, ഓഡ് നമ്പേഴ്സിന് നമ്മൾ പരസ്പരം ഗുണിച്ചാൽ നമുക്ക് ഓഡായിട്ടുള്ള ഫാക്ടറാണ് കിട്ടുക, ഓഡ് നമ്പറാണ് കിട്ടുക. ഇവിടെ ഓഡ് നമ്പർ 3ഉം 5ഉം അല്ലേ. അപ്പോൾ 3ഉം 5ഉം തമ്മിൽ ഗുണിച്ചിട്ട് കിട്ടുന്നതെല്ലാം ഓഡ് ഫാക്ടർ ആയിരിക്കും. ബാക്കി എല്ലാതും ഈവൻ ഫാക്ടർ ആയിരിക്കും. ബാക്കി 2കൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതും 2കളെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതും 2കളും 5ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതൊക്കെ നമുക്ക് ഈവൻ ആയിരിക്കും. നമുക്ക് 3കളും 5കളും പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും 3കളും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുമ്പോഴും 5 അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുമ്പോഴൊക്കെ ഓഡായിരിക്കും. അപ്പോൾ നമ്മൾ ഈ 45 ഫാക്ടറിൽ നിന്ന് ഓഡ് ഫാക്ടർ എത്ര ഉണ്ട് കണ്ടുപിടിക്കണം. നമ്മുടെ നമ്പർ ഓഫ് ഓഡ് ഫാക്ടേഴ്സ് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 3കളുടെ എണ്ണം എത്രയുള്ളത്? 2 എണ്ണം അല്ലേ. 3കളുടെ എണ്ണം 2. ഇപ്പോൾ 2+1 ഇൻറ്റു ഇവിടെ 5ൻ്റെ എണ്ണം 2 അല്ലേ. അപ്പോൾ 2+1 ഇറ്റ് ഈസ് ഈക്വൽ ടു ഇത് 3 ഇതും 3 ഇൻറ്റു 3 ഇറ്റ് ഈസ് ഈക്വൽ ടു 9 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് ഓഡ് ഫാക്ടേഴ്സ് 9 എന്ന് കിട്ടി. ആകെയുള്ള ഫാക്ടേഴ്സ് 45 കിട്ടി. അപ്പോൾ നമുക്ക് അതുകൊണ്ട് ഈവൻ ഫാക്ടേഴ്സ് എത്രയാണെന്ന് എങ്ങനെ പറയാം? ഇവിടെയുള്ള 45 നിന്ന് 9 കുറച്ചാൽ നമുക്ക് ഈവൻ ഫാക്ടേഴ്സ് കിട്ടും. 45 അല്ലേ. 45 മൈനസ് 9, അപ്പോൾ നമുക്ക് എത്ര കിട്ടുക? 36 എന്ന് കിട്ടും. ഇപ്പം നമുക്ക് കിട്ടിയിട്ടുള്ള 36 ഇല്ലേ, 36 ഈവൻ ഫാക്ടേഴ്സാണ് നമുക്കുണ്ടാവുക. 36 ഈവൻ ഫാക്ടേഴ്സാണ് നമുക്കുണ്ടാവുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. താങ്ക് യു.